പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് 53-ാം സങ്കീർത്തനം, അതിൻ്റെ 6-ാമത്തെ വാക്യം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ രോഗമെന്ന സ്ഥിതിയെ മാറ്റുവാൻ കഴിയും. കടഭാരമെന്ന സ്ഥിതിയെ മാറ്റുവാൻ കഴിയും. അസമാധാനമെന്ന സ്ഥിതിയെ മാറ്റുവാൻ കഴിയും. പരാജയമെന്ന സ്ഥിതിയെ മാറ്റുവാൻ കഴിയും. എന്തിനേറെ പറയുന്നു, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വേദനാജനകമാകുന്ന അനുഭവങ്ങളിൽ നിന്നും ഒരു വിടുതൽ പ്രദാനം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പല ദൈവദാസന്മാരെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പഴയ സ്ഥിതി മാറിപ്പോയി. സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, സ്ഥിതിയെ മാറ്റുന്ന ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ നാം എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായി, വാക്കുകേട്ട് അനുസരിക്കുവാൻ തയ്യാറാകണം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ വാക്കുകേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതിയെ മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. സ്ഥിതി മാറുവാൻ എന്തു ചെയ്യണമെന്നറിയണ്ടേ? ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാക്കുകേട്ട് അനുസരിക്കുവാൻ തയ്യാറാകണം. ആരുടെ വാക്കുകേട്ട് അനുസരിക്കണം എന്നറിയണ്ടേ? സ്ഥിതി മാറുവാൻ സഹപ്രവർത്തകരുടെ വാക്കല്ല കേട്ടനുസരിക്കേണ്ടത്. സ്ഥിതി മാറുവാൻ സുഹൃത്തുക്കളുടെ വാക്കല്ല കേട്ടനുസരിക്കേണ്ടത്. സ്ഥിതി മാറുവാൻ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുവാൻ തയ്യാറാകണം. കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വാക്കുകൾ എപ്രകാരം കേട്ടനുസരിക്കണം എന്നറിയണ്ടേ? ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കേട്ടനുസരിക്കുവാൻ തയ്യാറാകണം. മനസ്സോടെയല്ല കേട്ടനുസരിക്കേണ്ടത്. പരപ്രേരണ നിമിത്തമല്ല കേട്ടനുസരിക്കേണ്ടത്. മറിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കേട്ടനുസരിക്കുവാൻ തയ്യാറാകണം. ആരൊക്കെ കേട്ടനുസരിക്കണമെന്നറിയണ്ടേ? പിന്നെയും നാം ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നാമും നമ്മുടെ തലമുറകളും കേട്ടനുസരിക്കുവാൻ തയ്യാറാകണം. ശ്രദ്ധിക്കണമേ, നാമും നമ്മുടെ തലമുറകളും കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മുടെ സ്ഥിതിയെ മാറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രോഗമെന്ന സ്ഥിതി മാറും. നമ്മുടെ കടഭാരമെന്ന സ്ഥിതി മാറും. നമ്മുടെ അസമാധാനമെന്ന സ്ഥിതി മാറും. നമ്മുടെ പരാജയമെന്ന സ്ഥിതി മാറും. എന്തിനേറെ പറയുന്നു, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വേദനാജനകമാകുന്ന അനുഭവങ്ങളിൽ നിന്നും ഒരു വിടുതൽ ലഭ്യമാകും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. സ്ഥിതിയെ മാറ്റുന്ന ദൈവം നമ്മുടെ വേദനാജനകമാകുന്ന അനുഭവങ്ങളെ അകറ്റി ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുവാനുള്ള, ആനന്ദിക്കുവാനുള്ള ചില സംഗതികളെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്നും ഇത്തരത്തിലുള്ള ദൈവവചനങ്ങൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ.